പ്രിയമുള്ളവരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോരയ്ക്ക് ചോര എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? രക്തത്തിന് പകരം രക്തത്തിന് മാത്രമേ നൽകാൻ കഴിയൂ. ഇത് ലാബുകളിൽ കൃത്രിമമായി ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് രക്തദാനത്തിൻ്റെ മാഹാത്മ്യം ഇത്രയും ഉറക്കെ പറയുന്നത്. തീർച്ചയായും നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ വളരെ ലളിതമായ രീതിയിൽ ഒരു രക്തദാന ഡയറക്ടറി എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ബ്ലൂ ഓഷ്യൻ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾക്കോ നമ്മുടെ കുടുംബക്കാർക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ രക്തത്തിൻ്റെ ആവശ്യം വരുന്നത്. ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആരെ വിളിക്കണം, ആരായിട്ട് കോണ്ടാക്ട് ചെയ്യണം, ആരായിട്ട് ബന്ധപ്പെട്ടാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രക്തഗ്രൂപ്പുള്ള ഒരു രക്തദാതാവിനെ കിട്ടുക എന്നുള്ള എല്ലാ ബേജാറോടുകൂടി നമ്മൾ നടക്കുമ്പോൾ പല ആളുകളെയും വിളിക്കാനൊക്കെ നമ്മൾ മറന്നു പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ നമ്മൾ വായനശാലകളുടെ രക്തഗ്രൂപ്പ് ബ്ലഡ് ഡൊണേഷൻ ഡയറക്ടറിയിലേക്ക് നമ്മൾ വിളിക്കും, IMAയിൽ പോകുന്നു. അങ്ങനെ നാടൊട്ടുക്ക് നടന്ന് അവസാനം നമ്മൾക്ക് ഉദ്ദേശിച്ച ഒരു രക്തദാതാവിനെ കിട്ടി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അന്വേഷിക്കുമ്പോഴായിരിക്കും നമുക്കറിയുന്നത് നമ്മുടെ തൊട്ട് സുഹൃത്ത് ഉണ്ടാവും, നമ്മുടെ അടുത്ത വീട്ടിലത്തെ നമ്മുടെ ഒരു കുടുംബ സുഹൃത്തുണ്ടാവും. ഇവരെല്ലാം ഈ രക്തഗ്രൂപ്പിൽ പെട്ടവരായിരിക്കും. പക്ഷെ നമ്മൾ അറിയാതെ പോവുകയാണ്. ഈ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്, പല ആളുകൾക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നറിയാം. ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ അതിൽ നമ്മുടെ ഒരു വ്യക്തിയുടെ പേര് നമ്മൾ സേവ് ചെയ്യുന്നതോടൊപ്പം ഒരു കോണ്ടാക്റ്റ് നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്യുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് നെയിം ചേർത്താം, ഒപ്പം തന്നെയാണ് കമ്പനി നെയിം ചെയ്യാം. ആ സമയത്ത് ആ കോണ്ടാക്റ്റ് ചേർത്തുന്ന വ്യക്തിയുടെ രക്തഗ്രൂപ്പും കൂടി നമ്മൾ ഒന്ന് അറിഞ്ഞ് ഇതിനകത്ത് ചേർത്തുകയാണെങ്കിൽ, ഇപ്പോൾ കണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ബ്ലഡ് ഗ്രൂപ്പ് A+ ആണെങ്കിൽ കണ്ണൻ A+ എന്ന് അടിച്ച് നമ്മൾ ആ നമ്പർ സേവ് ചെയ്യുന്നതോടൊപ്പം പിന്നീട് അങ്ങനെ ഒരുപാട് വ്യക്തികളുടെ, നമ്മളുടെ സുഹൃത്തുക്കളുടെയും കുടുംബ സുഹൃത്തുക്കളുടെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ കോണ്ടാക്റ്റുകൾ നമ്മൾ അങ്ങനെ ആഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മൊബൈൽ ഒരു രക്തദാന ഡയറക്ടറി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. ഒപ്പം തന്നെ എമർജൻസി സിറ്റുവേഷനിൽ നമുക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ആവശ്യം വരുന്ന സമയത്തിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ രക്തഗ്രൂപ്പ് ഉള്ളവരുടെ കോണ്ടാക്റ്റ് നമ്മുടെ മൊബൈലിൽ നമ്മൾക്ക് ലഭ്യമാകും. ഒന്നാമത്തെ കാര്യം. 2, ഈ ഒരു കോണ്ടാക്റ്റ് നമ്മുടെ സുഹൃത്തുക്കൾക്ക്, വേറെ ആളുകൾക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതോടൊപ്പം ഈ രക്തഗ്രൂപ്പോട് കൂടിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ആ വ്യക്തിയുടെ ഫോണിൽ കൂടി നമുക്കൊരു രക്തദാന ഡയറക്ടറി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. എമർജൻസി സിറ്റുവേഷനിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മളുടെ കയ്യിൽ തന്നെ നമുക്കൊരു രക്തദാന ഡയറക്ടറി ഉണ്ടാവും എന്നുള്ളത് നമുക്കൊരു ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മൾക്ക് തന്നെയും മറ്റുള്ളവർക്കും ഉപകാരമാകുന്ന ഇത്തരത്തിൽ ഒരു സംവിധാനം നമ്മുടെ മൊബൈൽ ഫോണിൽ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നമ്മൾക്ക് ചെയ്യാൻ കഴിയും. രക്തദാനം മഹാദാനമാണ്, അതൊരു ജീവദാനം കൂടിയാണ്. ഈ ഒരു സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് ഈ വീഡിയോയ്ക്ക് കഴിയും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.